യേശുവിൻ്റെ കൂട്ടായ്മയിലെ സ്നേഹം നിറഞ്ഞ എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും ദൈവാനുഗ്രഹം നിറഞ്ഞ ദൈവീക സാന്നിധ്യത്വം ഉള്ള ഒരു ദിവസം ആശംസിക്കുന്നു. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം ആമോസ് പ്രവാചകൻ്റെ പുസ്തകം 9-ാം അധ്യായം 15-ാം തിരുവചനം. അവർക്ക് നൽകിയ ദേശത്ത് ഞാൻ അവരെ നട്ടുവളർത്തും, ആരും അവരെ പിഴുതെറിയുകയില്ല. ദൈവമായ കർത്താവാണ് അരുളിച്ചെയ്യുന്നത്. പിതാവായ ദൈവം നിങ്ങളെ ഏത് ദേശത്താണോ ഇപ്പോൾ നിർത്തിയിരിക്കുന്നത്, ആ രാജ്യത്ത് അവിടുന്ന് നിങ്ങളെ നട്ടുവളർത്തും. ആരും പിഴുതെറിയാത്ത വണ്ണം നിങ്ങളെ അവിടുന്ന് ബലപ്പെടുത്തും. ഇത് ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. ആ ദൈവിക വാഗ്ദാനം നമ്മൾക്ക് ആമേൻ ചൊല്ലി സ്വീകരിക്കാം. എൻ്റെ കർത്താവായ ദൈവമേ, അത് ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് സംഭവിച്ചു കഴിഞ്ഞതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ വിനയത്തോടെ ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാം. പരിശുദ്ധാത്മാവ് അതിനു വേണ്ട എല്ലാ കൃപകളും ചൊരിയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ജോലിയില്ലാതെ, റെസിഡൻസ് ഇല്ലാതെ, മറ്റ് പല പ്രശ്നങ്ങളിലും പെട്ട് വിവിധ രാജ്യങ്ങളിൽ വേദനിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ആശ്വാസം പകരുന്ന ഒരു ദൈവിക വചനമേത്. നാട്ടിലാണേലും വിദേശത്താണേലും നിങ്ങൾ ഏത് ദേശത്തായിരിക്കുന്നോ, ഏത് സ്ഥലത്തായിരിക്കുന്നോ, അവിടെ നിങ്ങളെ ദൈവം നട്ടുവളർത്തും. ദൈവത്തോട് ചേർന്ന് നിന്നാൽ മാത്രം മതി. ദൈവമേ, അങ്ങ് ഈ നിമിഷം വരെ എനിക്ക് തന്നിരിക്കുന്ന എല്ലാ കാര്യങ്ങളിലും, സമ്പത്തിലും അറിവിലും മാതാപിതാക്കളിലും എല്ലാം ഞാൻ പൂർണ്ണ സംതൃപ്തനാണ്. അങ്ങാണ് എൻ്റെ ദൈവം, അതിന് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു എന്ന് വളരെ വിനയത്തോടെ ആ ദൈവസന്നിധിയിൽ ഒന്ന് നിന്നത് കൊടുത്താൽ മാത്രം മതി. ദൈവം നിങ്ങൾക്ക് വേണ്ട വഴികൾ വെട്ടിത്തുറന്നു തരും. നിങ്ങളുടെ മുന്നിലുള്ള എല്ലാ തടസ്സങ്ങളും കർത്താവ് എടുത്തു മാറ്റും. ആർക്കും പിഴുതെറിയാൻ പറ്റാത്ത വിധം നിങ്ങളെ അവിടെ ബലപ്പെടുത്തും. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഓരോരുത്തർക്കും അനുഗ്രഹമായി മാറട്ടെ. ജീവിത തടസ്സങ്ങൾ നിങ്ങളുടെ മുന്നിൽ നിന്നും മാറട്ടെ. ലോകസമാധാനത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ലോകത്തിലെ 830 കോടിയിലധികം വരുന്ന എല്ലാ മക്കളെയും ദൈവസന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ രക്ഷകനും നാഥനും ദൈവവുമായ യേശുക്രിസ്തുവിൻ്റെ സമാധാനം സന്തോഷത്തോടുകൂടി ഞാൻ നിങ്ങൾക്ക് പങ്കുവയ്ക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.